ചിദംബരം സംവിധാനം ചെയ്ത സർവൈവൽ ത്രില്ലറായ മഞ്ഞുമൽ ബോയ്സ് 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചു. റിലീസ് ചെയ്ത് 11 ദിവസത്തിനുള്ളിലാണ് ചിത്രം 100 കോടി കളക്ഷൻ നേടിയത്. ഏറ്റവും വേഗത്തിൽ 100 കോടി നേടുന്ന രണ്ടാമത്തെ മലയാള ചിത്രമെന്ന ഖ്യാതിയും മഞ്ഞുമൽ ബോയ്സ് സ്വന്തമാക്കി. പുലിമുരുകൻ, ലൂസിഫർ, 2018 എന്നീ ചിത്രങ്ങൾക്ക് ശേഷം 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയ മലയാള ചിത്രം കൂടിയാണ് മഞ്ഞുമൽ ബോയ്സ്. സൗബിൻ ഷാഗീർ, ശ്രീനാഥ് ഭാസി, ബാലു വർഗീസ്, ഗണപതി, ലാൽ ജൂനിയർ, ചന്തു സലീം കുമാർ, ഖാലിദ് റഹ്മാൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ താരങ്ങൾ. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും വൻ സ്വീകരണമാണ് ചിത്രത്തിന് ലഭിച്ചത്. ചെന്നൈ അടക്കമുള്ള നഗരങ്ങളിൽ പോലും ഇപ്പോൾ റിലീസായ തമിഴ് സിനിമകളെക്കാൾ സ്വീകാര്യത മഞ്ഞുമൽ ബോയ്സിന് ലഭിക്കുന്നുണ്ട്. പല തിയേറ്ററുകളിലും ഹൗസ്ഫുള്ളായാണ് ഷോകൾ അവസാനിക്കുന്നത്. സിനിമ കണ്ട ശേഷം കമലഹാസൻ മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകനെയും താരങ്ങളെയും വീട്ടിലേക്ക് ക്ഷണിച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തമിഴ്നാട് മന്ത്രിയും നടനുമായ ഉദയനിധി സ്റ്റാലിനും സംവിധായകൻ കാർത്തിക് സുബ്രാജും ചിത്രത്തെ പ്രകീർത്തിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ചിത്രത്തിന് ആളുകൾ കൂടിക്കൂടി വന്നതോടെ തമിഴ്നാട്ടിലെ മിക്ക തിയേറ്ററുകളിലും എക്സ്ട്രാ ഷോകൾ വയ്ക്കേണ്ടി വന്നിരുന്നു. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള സിനിമയെന്ന റെക്കോർഡും മഞ്ഞുമൽ ബോയ്സ് സ്വന്തമാക്കി. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ഹിറ്റായതോടെ മഞ്ഞുമൽ എവിടെയാണ്, എന്തുകൊണ്ടാണ് ചിത്രത്തിന് മഞ്ഞുമൽ ബോയ്സ് എന്ന് പേര് വന്നത് തുടങ്ങിയ അന്വേഷണത്തിലാണ് സിനിമാ പ്രേമികൾ. മഞ്ഞുമൽ ഇതാ ഇവിടെയാണ്, പെരിയാറിന്റെ തീരത്ത്, ഏലൂർ നഗരസഭയിൽ. NH 544 ദേശീയപാതയിൽ നിന്നും സൗത്ത് കളമശ്ശേരി മേൽപ്പാലം കയറി മഞ്ഞുമൽ റെഗുലേറ്റർ പാലം കടന്നാൽ മഞ്ഞുമലിലെത്താം. ഇടപ്പള്ളി കൊടുങ്ങല്ലൂർ NH 66 ദേശീയപാതയിൽ നിന്നും മുട്ടാർ പാലം കടന്നെത്തുന്നതും മഞ്ഞുമലിലേക്കാണ്. മഞ്ഞുമൽ ഒരു കൊച്ചു ഗ്രാമമാണ്. 60 വർഷം പഴക്കമുള്ള അമലോത്ഭവമാതാ പള്ളിയും ധ്യാന കേന്ദ്രവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. 18 വർഷങ്ങൾക്ക് മുമ്പ് മഞ്ഞുമലിൽ നിന്നും ഒരു സംഘം ആൺകുട്ടികൾ കൊടൈക്കനാലിലേക്ക് ടൂർ പോവുകയും അവിടെ അവരിലൊരാൾ അപകടത്തിൽപ്പെടുകയും അദ്ദേഹത്തെ സാഹസികമായി രക്ഷപ്പെടുത്തുകയും ചെയ്തു. 18 വർഷം മുമ്പ് ആദ്യമായി ഈ സംഭവം നാടറിയുന്നത് ഈ പള്ളിയിലെ വികാരി ഫാദർ ലീനസ് പുത്തൻ വീട്ടിൽ വെളിപ്പെടുത്തുമ്പോഴാണ്. ഈ സംഭവമാണ് ഇന്ന് 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ച മലയാള സിനിമയ്ക്ക് കാരണമായതും മഞ്ഞുമലിനെ ഫേമസ് ആക്കിയതും.